കാശെട്. എത്ര? 2000. അയ്യോ, അത് ഇത്തിരി കൂടുതല. സാധനങ്ങളും കൂടുതലുണ്ടായിരുന്നല്ലോ. എന്നാലും ഇങ്ങോട്ട് ആടോ, എന്ന് ഇറങ്ങാതെ. ഇതിനൊക്കെ ഒരു യൂണിയൻ റേറ്റ് ഇല്ലേ? യൂണിയൻ കാർഡ് കിട്ടാൻ നേതാവിന് കൊടുത്ത കാശ് മുതലാവാൻ ആ റേറ്റ് ശരിയാവില്ല സാറേ. സാറ് പോയട്ടെ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഈ സാധനങ്ങൾ മുഴുവനും ലോറിയിൽ ഇങ്ങനെ കയറിയിരിക്കുന്നത്. എല്ലു മുറിയെ പണിയെടുത്തവന് പള്ളം നിറയെ ചോറ് കിട്ടുന്നതില് സാറിന് എന്താ എത്രയ്ക്ക് ദണ്ണം? ദണ്ണമൊന്നുമില്ല. അന്ന് ഇറങ്ങിയപ്പോഴേ കൺവെട്ടത്ത് കൺട്രി ബെഗേഴ്സ്. എന്താ മേനോനെ ഇത്? ചേരിക്കിടം കൊടുത്താലും ചേരിക്കാരെ കോളനി വളപ്പിനകത്ത് കയറ്റരുതെന്ന് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നമ്മൾ തീരുമാനിച്ചല്ലേ? അത് തീരുമാനിക്കാൻ നമ്മൾ ആരാണാവോ? അമ്മ മഹാറാണിയോ അതോ വലിയ തമ്പുരാന്റെ സംബന്ധക്കാരിയോ? അവന്റെ അഹങ്കാരം കണ്ടില്ലേ? എടോ കെട്ടിയോനെ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇത്തരം കുറ്റികളെ കൈക്കരുത്തുള്ള ആമ്പിള്ളയുടെ കയ്യിൽ കിട്ടിയാലേ ഉരുക്കി വാർത്തുരുപ്പടിയാക്കുമെന്ന്. പിന്നെ മേലുവേദന മാറണമെങ്കിൽ ധന്വന്തരം കുഴമ്പിട്ട് അടിമുടി 1 മാസം തടവേണ്ടി വരും. വരട്ടെ സെക്രട്ടറി ചേച്ചി, വാടാ. എന്തിനാ ചന്ദ്രവതി വേണ്ടാത്തതൊക്കെ പറഞ്ഞ് ഇവന്മാരെ വായിരിക്കുന്ന കേൾക്കാൻ പോകുന്നത്? ഇവറ്റകളെ കണ്ടാൽ എനിക്ക് കത്തി അങ്ങോട്ട് കേറും. ഈ ചേരിക്കാരെ ഈ വളപ്പിനകത്ത് ഇറക്കി വിട്ടില്ലെങ്കിലേ എന്റെ പേര് ചന്ദ്രവതി എന്നല്ല. വല്ലപ്പോഴും ഇവിടെ വന്നിങ്ങനെ വീമ്പിളക്കിട്ട് എന്താ കാര്യം? പ്രവർത്തിച്ച് കാണിക്കണം. സെക്രട്ടറി ആയിട്ട് ഇതേവരെ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിട്ടോ? ഓ, നിങ്ങൾ ഇത് കേട്ടോ? മേനോന്റെ ഒരു ബുദ്ധിയെ. ആ ചേരി ഒഴിപ്പിച്ചെടുത്താൽ ആർക്കാ നേട്ടം? മേനോന് തന്നെ. അത് നേരെ. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള മേനോന്റെ ആ സ്ഥലം തിരിച്ച് കൈ കിട്ടുമല്ലോ അല്ലേ? അല്ല, ഇതേതാ കുട്ടി? ഇതെന്റെ മോളാടോ, ഗംഗ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ കുട്ടിയല്ലല്ലോ കണ്ടത്. അതെന്താ, എനിക്ക് ഒന്നേ പാടുള്ളുന്നുണ്ടോ? അതില്ല. ആട്ടെ, നിങ്ങക്ക് എത്ര കുട്ടികളാ? ഈ മേനോന്റെ കനകമോ, നിന്റെ മോൻ ക്ഷീണിച്ചാണല്ലോ വരണത്. ഏളി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തല്ലേ, കളി തീർന്ന ഇപ്പോഴാച്ചാ. ഞാനൊന്ന് സെഞ്ചുറി അടിച്ചു. ഒരു സച്ചിൻ സ്റ്റൈൽ എന്നിലുണ്ടെന്നാ എല്ലാരും പറയണത്. അല്ലെങ്കിൽ നീ ഒരു തെണ്ടിലുക്കറാവെന്ന് എനിക്കറിയാം. ഇതേതാ കുട്ടി? ഗോപാലിന്റെ മോള് ഗംഗ. ഐ എം ദിനേശ്. കളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാനൊരു നല്ല പ്ലെയറാ. ഹേയ്, അവൾക്ക് അങ്ങനെയൊന്നുമില്ല. ഓ, മറന്നു, ടിവിയിൽ കളിയുള്ളതാ. ഓക്കെ, ബൈ ബൈ. ഓ, ക്രിക്കറ്റ് ഒരു ജന്മം. നീ അങ്ങോട്ട് ചെല്ലേ, വല്ല ജൂനിയർ ഹോർലിക്സോ സീനിയർ ഹോർലിക്സോ ഉണ്ടാക്കി കൊടുക്ക്. ആരാടോ തന്റെ അടുത്ത് ഇരാ? വാടകക്കാരെ. ഒരു ഡീസൽ പാർട്ടിയാ. കേണൽ RK നായർ. വെട്ടി റെഡി. പാന്റ് കറക്റ്റ് ആയിരിക്കും. കലക്കൻ ഡാൻസ്. ഇതെന്ത് കൂർക്കോ അറിഞ്ഞോ? നല്ല ഉറക്കമാ. അതും ഉറക്കമാ. TV ഓഫാക്കാതെയാണോ ചേട്ടാ കിടന്ന് ഉറങ്ങിയത്? പരിപാടിയൊന്ന് കണ്ടിട്ട് TV അടിച്ചു മാറ്റാം. ആരോ പിടിച്ചോ. കാണാം. 47 മാത്രം. ഫോളോ മീ സർ.
സോറി ഫോർ ഡിസ്റ്റർബിംഗ് യു. വാട്ടർ അതോറിറ്റിക്കാരുടെ വാൽവ് മാറ്റലും അറ്റകുറ്റപ്പണികളും കൊണ്ട് മനുഷ്യരുടെ മാത്രമല്ല വാഹനങ്ങളുടെയും വെള്ളം കൂടി മുട്ടി. ഡെമോക്രസിയും ബ്യൂറോക്രസിയും ഉന്നതോദ്യോഗസ്ഥന്മാരുടെ ഹിപ്പോക്രസിയും കൂടി ആയപ്പോ വെള്ളവും കിട്ടില്ല, വെളിച്ചവും കിട്ടില്ല, ഉള്ളിയും കിട്ടില്ല, ഉരുളക്കിഴങ്ങും കിട്ടില്ല, ഉപ്പും കിട്ടില്ല, ഒരു കോപ്പും കിട്ടില്ല. പോലീസുകാരിങ്ങനെ അർദ്ധരാത്രി ഉറക്കമില്ലാതെ നടന്നാല് കള്ളന്മാരുടെയും വെള്ളം കൂടി മുട്ടുമല്ലേ സാർ? അതാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി. ഐ എം സോറി, റേഡിയേറ്ററിലെ വെള്ളം തീർന്നു. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അനന്താ പിന്നെ സാറവിടെ നിൽക്കണം. നോക്കി നിൽക്കാതെ പോയി വെള്ളം എടുക്കണോ? പുറത്ത് പൈപ്പുണ്ട്. ഓ ആ പെട്ടെന്ന്. ഇതെന്താ ഈ വേഷത്തില്? രാത്രിയിൽ വല്ല യാത്രയുണ്ടോ? അതെ, ഞാൻ കൽക്കട്ട വരെ ഒന്ന് പോകാൻ ഒരുങ്ങായിരുന്നു. കുറച്ചധികം ലഗേജും ഉണ്ട്. അപ്പൊ ഒരു പ്രശ്നം, ഈ റെയിൽവേ സ്റ്റേഷൻ വരെ എങ്ങനെ പോകുമെന്ന്. അതെന്താ കാർ കിടക്കില്ല? അതെ, കാറുണ്ട്. പക്ഷെ ഞാൻ ഈ കാർ സ്റ്റേഷനിൽ പോയാൽ ആരതിവിടെ തിരിച്ചുകൊണ്ടിടും? ഈ വീട്ടിൽ വേറെ ആരുമില്ലേ? ഏയ് ആരുമില്ല. അതല്ലേ ഈ പ്രശ്നം. വേണ്ട, ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ജീപ്പിക്കണം, ഞാൻ ഡ്രോപ്പ് ചെയ്യും. ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി. എന്റെ ലഗേജ് സാർ നിൽക്കണം. ഡോ നീ വന്നേ. സാറിന്റെ ലഗേജ് എല്ലായിടത്തും ജീപ്പിക്കറ്റ്. ഒരു സൂട്ട് കേസും ടെലിവിഷനും ഉണ്ട്. കളറാ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? കളറ്. എന്താ വീട് മാറി പോവാ? വീടൊന്നും മാറിയിട്ടില്ല. പിന്നെ എന്നാലും പോലീസുകാരെ കൊണ്ട് ഇതൊക്കെ ജനസേവനത്തിന്റെ ഒരു ഭാഗമല്ലേ? സാർ ഒന്ന് കണ്ണുണ്ടൂടെ? സാർ ഒന്ന് മനസ്സിലാക്കാം. പണ്ടത്തെ പോലീസ് അല്ല ഇന്നത്തെ പോലീസ്. ഇന്നത്തെ പോലീസ് ജനസേവനത്തിന്റെ ഒരു മാതൃകയാണ്. ഞാനത് മറന്നു. എന്ത് ജനസേവനം? അല്ല, വീട് വിടുന്നില്ലേ? ഞാനത് എപ്പോഴും മറക്കും. ഇതാണ് നമ്മൾ മലയാളിസിന്റെ ഏറ്റവും വലിയ കുഴപ്പം. ഇത്രയും വലിയ വീടൊക്കെ പൂട്ടിയിട്ട് പോകുമ്പോ പോലീസിനെ വിളിച്ച് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണ്ടേ? നന്നായിട്ട് പൂട്ടിക്കോളൂ. കള്ളന്മാരുടെ ശല്യം ഈയിടെയായിട്ട് വളരെ കൂടുതലാണ്. എത്ര വെറൈറ്റീസ് ഉള്ള കള്ളന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൂടെ നിൽക്കുന്നവരെ പോലും നമ്പാൻ പറ്റില്ല. വളരെ കറക്റ്റ്. കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം. സർ, തൊപ്പി എടുക്കാൻ മറന്നു. സോറി, ഞാനും ഇതെപ്പോഴും മറക്കുന്നു. അല്ലെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ തൊപ്പി വേണ്ടെന്നാ. മിക്കവാറും ഇതിന് വെക്കേണ്ടി വരില്ല. എന്ത് ഇങ്ങനെ മറന്നാലേ. യുവർ ഗുഡ് നെയിം? പ്രേം ശങ്കർ. ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക് യു. കം. എന്താ പ്രശ്നം? കള്ളം കയറി സർ. കേറും, എങ്ങനെ കയറാതിരിക്കും? ഉത്തരവാദിത്തം വേണ്ടേ? ഞാൻ അപ്പോഴേ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തതാ, വീടും പൂട്ടിയിട്ട് ഇങ്ങനെ പോരുതെന്ന്. അദ്ദേഹം എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ പോലീസിനെ പറയാൻ അദ്ദേഹം ഉടമസ്ഥൻ. അദ്ദേഹം അല്ല ഇതായിരിക്കുന്നത്. കൽക്കട്ട എത്തിയോ? അതിന് അങ്ങനെങ്ങും പോയില്ലല്ലോ. ശരിക്കും നിങ്ങൾ തന്നെയാണോ ഉടമസ്ഥൻ? അതെ സാർ. ഇവിടെ മക്കളോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടോ? അവരല്ല അമേരിക്കയില. ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആക്ച്വലി എന്താ സംഭവിച്ചത്? ഇന്നലെ അർദ്ധരാത്രിയോടെയാ കള്ളം കയറിയത്. എന്റെ മൂക്കിനൊന്ന് തന്നു, പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എല്ലാം പെറുക്കിക്കൊണ്ടുപോയി. സാറല്ലേ ആ കള്ളനെ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്? വിട്ട കാര്യം ഇപ്പൊ പുറത്ത് വിട്ടേക്കണ്ട. ചുമ്മാതല്ല, ഇനി തൊപ്പി വെക്കേണ്ടി വരില്ലെന്നവൻ പറഞ്ഞിട്ട് പോയതല്ലേ. ഇതുവരെ മൂക്കി പഞ്ഞി വെച്ചില്ലേ? പഞ്ഞിയിൽ മരുന്ന് മുക്കി മൂക്കിൽ വെച്ചില്ലേ? വെച്ചില്ല. എന്നാ വച്ചോളൂ. കമോൺ. ദിനേശ് ബീഡി. നിങ്ങൾ ബീഡി വലിക്കോ? ഇല്ല. നിങ്ങളോ? ഇല്ല. എന്നാൽ കള്ളൻ ബീഡി വലിക്കും. എന്താ സാറേ? എടോ, ഇതിന്റെ വീൽ കപ്പ് ഉണ്ടോ? എവിടെ പോയി? ഞാനൊരു കല്യാണത്തിന് പോയിച്ചു വരുന്ന വഴിയാ. സാറിന്റെ കാര്യമല്ല, വീൽ കപ്പ് എവിടെ പോയിന്ന്. അതറിയാതെ ഞാൻ പോയി എടുക്കില്ല. അത് ശരിയാ. സാറൊരു പണി, ആ സ്റ്റൂളിൽ ഇരുന്ന് ഇത് മൊത്തം ഒന്ന് വായിക്ക്. ഞാനൊന്ന് തപ്പട്ടെ. ചെന്ന് വായിക്ക് സാറേ. കപ്പേ കപ്പേ. ഇതേ ഉള്ളൂ. ഇത് പറ്റുമെന്ന് നോക്കിക്കേ. ആഹാ, കൊള്ളാമല്ലോ. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു? അതൊക്കെ ഒപ്പിച്ച് സാറേ. എത്രയാ? അയ്യോ, ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയാ? തരുന്നത് വാങ്ങും. ഇതിരിക്കട്ടെ. ഓ, ഇനിയും വരണല്ലോ. വരുമല്ലോ. മിടുക്കൻ. കള്ളന്മാരുടെ ലോകത്തൊരു വലിയ ഭാവി നിനക്ക് ഞാൻ കാണുന്നുണ്ട്. ആ ഉണക്ക കാലത്ത് പിടിച്ച ഇന്ന് കുറച്ച് അധികം ഐറ്റംസ് ഉണ്ട്. TV പുറകെ വരുന്നുണ്ട്. അതെ, ഒരുപാട് വീടുള്ള കോളനിയിൽ ഒടുക്കത്തെ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് താരിങ്ങനെ വട്ടം കറങ്ങി നടക്കുക. അവിടെയൊക്കെ കയറി ഇറങ്ങിയാലുണ്ടല്ല, ജീവിതകാലം മുഴുവനും നമുക്ക് ഇരുന്നും നിന്നും കിടന്നും തിന്നാളുണ്ടാക്കാം.
കേണലെന്ന് കേട്ടതാടുണ്ടല്ല ആ വീട്ടുകാര് മണ്ടന്മാര് ത്രില്ലടിച്ചിരിക്കാന്നാ ബ്രോക്കർ പറഞ്ഞത്. അതല്ല കേണലും ഭാര്യയും കൂടി സ്വൈര ജീവിതത്തിന് ചെല്ലൂന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഭാര്യ അല്ലാണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? അയ്യോ അത് ഞാൻ മറന്നു. ആ, ഇനിയിപ്പോ ഭാര്യ ഉണ്ടാക്കണോ അല്ലേ? ഉണ്ടാക്കണം. ഉണ്ടാക്കാം. എന്തിനാ ഇവനൊക്കെ കാർ ലോക്ക് ചെയ്തിട്ട് പോകുന്നേ? എക്സ്ക്യൂസ് മീ, ഒരു ലിഫ്റ്റ് തരോ? ആ കേറിക്കോ. താങ്ക്സ്. എന്റെ വണ്ടി കേടായി, ദാ മാറ്റിയിട്ടിരിക്കുന്നു. സാർ എവിടം വരെ ഉണ്ട്? എവിടെ വേണമെങ്കിലും പോവാലോ. ഓ, എന്താ പേര്? മാധുരി. ഞാൻ 10-20 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ കണ്ടിട്ടില്ലേ? പിന്നെ ഇപ്പൊ കള്ളന്മാരുടെ ലോകം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചോണ്ടിരിക്കുക. അയ്യോ, ഐ എം സോറി, ഇന്നെന്റെ ബർത്ത്ഡേയാ. സീറ്റ്സ്. സാറിന്റെ പേരെന്താ? വിജയകുമാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? അത് അയ്യേ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഇതാ. ആ ഇത് ചോക്ലേറ്റ് റാണി, മധുരം കൊണ്ട് മയക്കുന്ന പെണ്ണ്. എന്റെ കസ്റ്റമറാ. ഇത് ആർക്കെ, ഇത് എന്റെ കസ്റ്റമറാ. തീഫ. കള്ളൻ കള്ളൻ. മനസ്സിലായി. ആ ഇനി നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആ ടോക്കിയോ നഗറിൽ കയറി നിരങ്ങി മെഴുകി വരകാം. പിന്നെ ഇന്ന് തന്നെ നിങ്ങൾ കോൺട്രാക്റ്റിൽ ഒപ്പിടുന്നു. ഓക്കെ? ഓക്കെ. ആ കൈയോട് 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 കൈയോട്